വെൽക്കം ടു സ്റ്റഡിബിൾ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയ 7 ഏജസ് ഓഫ് മാൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ സമ്മറി ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നോക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഈസ് ഇൻഫൻസി ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ഡിസ്ക്രൈബ്ഡ്? വാട്ട് ആർ ദ ആക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്? ജീവിതത്തിൻ്റെ ആദ്യഘട്ടമായ ആദ്യ ഫേസായ ശൈശവാവസ്ഥയെ എങ്ങനെയാണ് കവി വിവരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. അക്കോർഡിംഗ് ടു ഷേക്സ്പിയേഴ്സ് 7 ഏജസ് ഓഫ് മാൻ, ഇൻഫൻസി ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ആൻഡ് ഈസ് മാർക്ക്ഡ് ബൈ കംപ്ലീറ്റ് ഹെൽപ്ലെസ്നെസ്. ഷേക്സ്പിയറിൻ്റെ 7 ഏജസ് ഓഫ് മാനിൽ ശൈശവം, അതായത് ഇൻഫൻ്റ് അല്ലേ, ജീവിതത്തിൻ്റെ ആദ്യഘട്ടമാണ്. ശിശു വളരെ ദുർബലമാണ്, വളരെ വീക്കാണ്. ഇൻഫൻ്റ് ഈസ് എൻറ്റയർലി ഡിപ്പെൻഡ് ഓൺ ദ നേഴ്സ് ഫോർ കെയർ ആൻഡ് കംഫർട്ട്. ഇൻഫൻ്റ് ആദ്യമായിട്ട് ആശ്രയിക്കുന്നത് ആരെയാണ്? നേഴ്സിനെയാണ് അല്ലേ. ഷേക്സ്പിയർ ഡിസ്ക്രൈബ്സ് ദ ബേബി ആസ് മ്യൂളിംഗ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നേഴ്സസ് ആം. അപ്പം ആദ്യം ഒരു കുഞ്ഞ് ആരുടെ കയ്യിലാണ് കരയുകയും, മ്യൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുകയും പൂക്കിങ് ഛർദ്ദിക്കുകയും ചെയ്യുന്നത് നേഴ്സിൻ്റെ കയ്യിലാണല്ലേ. ദിസ് സ്റ്റേജ് ഷോസ് ലൈഫ് ബിഗിനിങ് ഇൻ വീക്ക്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്. അപ്പം ഈ സ്റ്റേജ് എന്തിനെയാണ് കാണിക്കുന്നത്? ജീവിതത്തിൻ്റെ ബലഹീനതയും ആശ്രയത്തെയുമാണ് കാണിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിത്ത് വിച്ച് ഏജ് മെൻഷൻഡ് ഇൻ ദ എക്സ്ട്രാക്ട് ഡു യു ഐഡൻറ്റിഫൈ നൗ? വൈ? പോയത്തിൽ നമ്മൾ 7 ഏജസ് പഠിച്ചല്ലേ. ഇതിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങളുള്ളത്? എന്തുകൊണ്ട്? ആൻസർ നോക്കാം. ഐ ഐഡൻറ്റിഫൈ വിത്ത് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലൈഫ്, ദ സ്കൂൾ ബോയ്. ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടമായ സ്കൂൾ ബോയിലാണ് നിങ്ങളിപ്പോഴുള്ളത് അല്ലേ. നിങ്ങളെല്ലാവരും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ള ഘട്ടം ഏതാണ്? സെക്കൻഡ് സ്റ്റേജാണ്. ലൈക്ക് ഹിം ഐ ഗോ ടു സ്കൂൾ എവറി ഡേ ക്യാരിയിങ് മൈ സ്കൂൾ ബാഗ്. നിങ്ങളെങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്ന കുട്ടിയെ പോലെ എല്ലാ ദിവസവും ബാഗൊക്കെ തൂക്കിയിട്ടാണ് പോകുന്നത് അല്ലേ. ബാഗൊക്കെ ചുമന്നിട്ടാണ് നിങ്ങളും പോകുന്നത്. അറ്റ് ടൈംസ് ഐ ഫീൽ ലേസി ഓർ അൺവില്ലിംഗ് ടു അറ്റൻഡ് സ്കൂൾ ജസ്റ്റ് ആസ് ദ സ്കൂൾ ബോയ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോം. ചിലപ്പോൾ കവിതയിൽ സ്കൂൾ കുട്ടിയെ വിവരിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്കും മടിയൊക്കെ തോന്നാറുണ്ട് അല്ലേ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. പോയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, എപ്പോഴും അമ്മയുടെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കും, പിന്നെ സ്കൂളിലേക്ക് പോകുമ്പം ഒച്ചയെഴുന്നത് പോലെയാണ് പോവുക. അതൊക്കെ കാണിക്കുന്നത് എന്താണ്? ലേസിനെസ് ആണല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ടഡ് ടു ദ സോൾജിയർ? വാട്ട് ഡസ് ഹീ സീക്ക്? ഒരു പട്ടാളക്കാരന് കൊടുത്തിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അയാൾ എന്താണ് അന്വേഷിക്കുന്നത്? ആൻസർ നോക്കാം. ദ സോൾജിയർ ഈസ് കറേജിയസ്, ക്വിക്ക് ടു ആങ്കർ ആൻഡ് ഈഗർ ഫോർ ബാറ്റിൽ. ഒരു പട്ടാളക്കാരൻ എങ്ങനെയുള്ളതാണ്? ധീരനും പെട്ടെന്ന് ദേഷ്യം വരുന്നവനും യുദ്ധത്തിന് കൊതിക്കുന്നവനുമാണ്. ഹീ വാല്യൂസ് ഹിസ് ഹോണർ ആൻഡ് റെപ്യൂട്ടേഷൻ ഹൈലി. അവൻ തൻ്റെ ബഹുമാനത്തെയും പ്രശസ്തിയെയും വളരെയധികം വിലമതിക്കുന്നു, വാല്യൂ കൊടുക്കുന്നു അല്ലേ. മറ്റൊരാൾ ഇവന് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റിനൊക്കെയും വളരെയധികം വില കൊടുക്കുന്നുണ്ട്. ഹീ ചേസസ് എ ഫ്ലീറ്റിംഗ് ആൻഡ് ഫ്രജൈൽ ഫെയിം ആസ് ഡെലിക്കേറ്റ് ആസ് എ ബബിൾ. അവനൊരു കുമിള, അതായത് ബബിള് പോലെയാണ്. ഈ ഒരു സ്റ്റേജിൽ അവൻ ആഗ്രഹിക്കുന്നത് പ്രശസ്തിയാണ്. ആ പ്രശസ്തി ഒരു ബബിള് പോലെ ഉണ്ടാവുള്ളൂ. താൽക്കാലിക പ്രശസ്തിയാണ്, അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന പ്രശസ്തിയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ റൈറ്റർ ഡിസ്ക്രൈബ് ദ 6th ഏജ് ഓഫ് ലൈഫ്? ഹൗ ഡസ് ദിസ് ഏജ് കോൺട്രാസ്റ്റ് വിത്ത് ദ ഏർലിയർ സ്റ്റേജസ്? ജീവിതത്തിലെ 6ാമത്തെ സ്റ്റേജ് എങ്ങനെയാണ് എഴുത്തുകാരൻ വിവരിക്കുന്നത്? ഈ സ്റ്റേജ് മുൻപുള്ള സ്റ്റേജുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ആൻസർ നോക്കാം. ഇൻ ദ 6th സ്റ്റേജ് എ മാൻ ഗ്രോസ് തിൻ, വീക്ക് ആൻഡ് എൽഡേർലി. 6ാമത്തെ സ്റ്റേജിൽ ഒരു വ്യക്തി എന്താവും? മെലിഞ്ഞവനും ദുർബലനും വൃദ്ധനുമാവും അല്ലേ. ദുർബലൻ അറിയാലോ, ശക്തിയൊന്നുമില്ല, ഭയങ്കര വീക്കാവും.
പിന്നെ വയസ്സാവും, പിന്നെ തിന്നാവും, നന്ന മെലിഞ്ഞു പോകും അല്ലേ അദ്ദേഹം. ഹീ വിയേഴ്സ് സ്പെക്ടിക്കിൾസ് ആൻഡ് ലൂസ് ക്ലോത്ത്സ് ദാറ്റ് നോ ലോങ്ങർ ഫിറ്റ് പ്രോപ്പർലി. അയാൾ എന്ത് വയ്ക്കും? കണ്ണട വയ്ക്കും. വയസ്സാകുമ്പോൾ കാഴ്ചശക്തി കുറയല്ലേ, അന്നേരം അദ്ദേഹം കണ്ണട വയ്ക്കും. പിന്നെ എന്താ, അയാൾക്ക് ഒട്ടും യോജിക്കാത്ത നല്ല ലൂസ് ഫിറ്റായിട്ടുള്ള വസ്ത്രമായിരിക്കും ധരിക്കുന്നത്. Unlike the brave soldier or the wise judge, he becomes slow and behaves somewhat like a child again. ധീരനായ പട്ടാളക്കാരനിൽ നിന്നോ ബുദ്ധിമാനായ ജഡ്ജിയിൽ നിന്നോ വ്യത്യസ്തനായി അവൻ എല്ലാത്തിലും ഒരു സ്ലോ ആയിരിക്കും. അവൻ ചെയ്യുന്ന എല്ലാ കാര്യവും ഒരു മന്ദഗതിയിലായിരിക്കും ഉണ്ടാവുന്നത്. വീണ്ടും ഒരു കുട്ടിയെ പോലെയാണ് അവൻ പെരുമാറുന്നത്. ആദ്യത്തെ സ്റ്റേജ് ഏതാണ്? ഇൻഫൻ്റ് ആണല്ലേ. ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ വയസ്സാവുമ്പോൾ അവൻ പോവുകയാണ്.